സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചതിയും വഞ്ചനയും നേരിടാൻ സാധ്യതയുള്ള 6 നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജ്യോതിഷപ്രകാരം ഓരോരോ നാളുകാർക്കും ഓരോരോ ഫലങ്ങളുണ്ട്. ഒരാളുടെ ജനനസമയ പ്രകാരവും ജാതകവശാലും ഇതിൽ വ്യത്യാസം വരുമെങ്കിലും ഈ സാധ്യതകൾ പൊതുഫലമായി വരുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ചതിയും വഞ്ചനയും നേരിടാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. രാഹു, കേതു എന്നിവയുടെ സ്വാധീനമാണ് ഇതിന് കാരണമായി വരുന്നത്. ജനുവരി 28 മുതൽ ഏപ്രിൽ പകുതി വരെയാണ് ഈ ഫലങ്ങൾ ഈ നാളുകാർക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ആ നാളുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഇതിൽ ആദ്യത്തേത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഏറ്റവും കൂടുതൽ ഇവരെ ഈ പ്രശ്നം ബാധിക്കും. ഇതിനാൽ എന്തെങ്കിലും വ്യവഹാരങ്ങൾ നടത്തുന്നുവെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യാത്രകളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സും പണവും എല്ലാം അപഹരിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനാൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ഉത്രട്ടാതിയുടെ അനുബന്ധ നക്ഷത്രങ്ങളായ ചതയം, ചോതി, തിരുവാതിര നക്ഷത്രക്കാരും ഇത് ഭാഗികമായി ബാധകമാണെങ്കിലും ഇവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത്രയ്ക്ക് ഇവരെ ഇത് ബാധിക്കാൻ സാധ്യത കുറവാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജോലി സ്ഥലത്തും മറ്റും കാര്യമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. കേതുവാണ് ഇവർക്ക് ഈ പ്രശ്നത്തിന് കാരണമായി വരുന്നത്. സഹപ്രവർത്തകർ വഴി ജോലി സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതുപോലെ പരിചയമില്ലാത്ത ആളുകളുമായുള്ള സഹവാസം അത് അവരെ സാധാരണയായിട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഏപ്രിൽ മാസം പകുതി വരെ ഇത് ഒഴിവാക്കണം. നിങ്ങൾക്ക് അവർ വിശ്വസ്തരായി തോന്നുന്നുവെങ്കിലും അവരെ കിട്ടിയാൽ അവസരം കിട്ടിയാൽ നിങ്ങളെ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രേഖകളില്ലാത്ത പണമൊക്കെ കൈമാറുന്ന ഒരു ഏർപ്പാടിൽ ചെന്നുപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിദേശത്തും മറ്റും ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങാൻ വരുന്നവരെങ്കിൽ അപകടത്തിലൂടെ നഷ്ടമാണ് ഫലമായി പറയുന്നത്. നിലവിലുള്ള ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് ഏപ്രിൽ പകുതി വരെ പോകാതിരിക്കാൻ, പോവുകയാണെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനം എടുക്കേണ്ടത് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചതി പറ്റാനുള്ള, അശ്വതി നക്ഷത്രക്കാർക്ക് ചതി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാര് ഇവർക്ക് 2 ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. സഹപാഠികളുമായി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് അപരാധമൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം. യാതൊരു കാരണവശാലും ജാമ്യം നിൽക്കരുത്. ജനുവരി 28 ശേഷം ഏപ്രിൽ പകുതി വരെ ഇത് ചെയ്യുന്നത് നല്ലതല്ല. ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ദോഷം വരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാവൂ. അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ ചതിയും വഞ്ചനയൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകരാണേലും അതുപോലെ തന്നെ സഹപാഠികളാണെങ്കിലും എല്ലാ രീതിയിലും ആരെയും വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഇവർക്ക് അയൽവക്കവുമായി കൊടിയ ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കേതുവാണ് ഇതിന് കാരണമാകുന്നു. നിസാര കാരണങ്ങൾ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടാകുന്നതാണ് ഇത്. ഉദാഹരണമായി ഏതെങ്കിലും ഒരു പണിയായുധങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാൻ വൈകുന്നതിന്റെ പേരിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. യാത്രകളിലൊക്കെ വിലപിടിപ്പുള്ളവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനാൽ യാത്രകളിലൊക്കെ അപരിചിതമായിട്ട് അടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ വളരെ നമ്മളോട് കൂട്ടുകൂടാനും അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മളോട് സഹവർത്തിത്വമൊക്കെ ഇതിനൊക്കെ വരാറുണ്ട്. പക്ഷെ അതിനൊന്നും ഇടകൊടുക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി വളരെ കെയർഫുള്ളായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേതുവിന്റെ ദൃഷ്ടിക്കൊപ്പം ശനിയുടെ ദൃഷ്ടിയും കാരണമായി വരുന്നുണ്ട്. സഹപ്രവർത്തകരുമായുള്ള പ്രശ്നം കാരണം അന്യദേശത്ത് പോയി ജോലി ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ വസ്ത്രമോ ആഭരണമോ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകിയാൽ അത് തിരിച്ചു കിട്ടുന്നത് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനാണ്. ചെയ്യാത്ത തെറ്റിന് അപരാധമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി, വളരെ തന്മയത്വത്തോടുകൂടി, വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നമ്മൾ സമീപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖ നക്ഷത്രമാണ്. ഇവരുടെ ദാമ്പത്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
മൂന്നാമതൊരാളുടെ ഉപദേശപ്രകാരം എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിൽ പ്രശ്നമുണ്ടാകാം. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാകും. നിങ്ങളോട് അടുപ്പം കാണിക്കുന്നവരാണെങ്കിലും സൂക്ഷിച്ച് അവരോട് ഇടപെടുക. അത്തരം കാര്യങ്ങൾ മനസ്സിൽ വച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാണെങ്കിലൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്നൊക്കെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് തെറ്റായ രീതിയിലൊക്കെ വാക്കുകളൊക്കെ വന്ന് അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലും. വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും സഹപാഠികളാണെങ്കിലും എല്ലാവരോടും വളരെ ശ്രദ്ധയോടുകൂടി സംസാരിച്ച് പെരുമാറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇന്ന് ചതിയും വഞ്ചനയും നേരിടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.